കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളികൾ മുഴക്കിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗോ അതിന് മറുപടി നൽകാൻ പോയില്ല. കാരണം അവരല്ല അതിന് മറുപടി പറയേണ്ടത്. പാകിസ്ഥാനിൽ അസീം മുനീർ അവിടുത്തെ എല്ലാമായിരിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയാൾ പാകിസ്ഥാന്റെ വെറുമൊരു സൈനിക മേധാവി മാത്രമാണ്. അതിനാൽ സൈനിക മേധാവിയുടെ വെല്ലുവിളിക്ക് ഇന്ത്യൻ സൈന്യം തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയും നൽകി. ഭൂപടത്തിൽ ഒരു രാജ്യമായി തുടരണമോ അതോ ചരിത്രത്തിലെ വെറുമൊരു ഓർമ്മയായി മാറണമോ? പാകിസ്ഥാന് മുന്നിൽ ഇനി ഈ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഭീകരവാദം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഭീകരർക്ക് അഭയം നൽകുന്നതും ഇന്ത്യക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നതും പാകിസ്ഥാൻ ഇനിയും തുടർന്നാൽ അവരുടെ അന്ത്യം അതിദാരുണമായിരിക്കും എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത്. ഡൽഹിയിലെ മനേക്ഷാ സെന്ററിൽ യൂണിഫോം അൺവെയിൽ സംഘടിപ്പിച്ച സേനാ സംവാദ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കരുത്തുറ്റ സൈനിക നീക്കമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും വേണ്ടിവരുമോ, അതായത് അതിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ കടുത്ത ഭാഷയിലുള്ള താക്കീത് പാകിസ്ഥാൻ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് അസീം മുനീറും കൂട്ടരും ഒരിക്കലും മറക്കാനിടയില്ല. കഴിഞ്ഞ വർഷം മെയ് 7-ന് പുലർച്ചെയാണ് പഹൽഗാമിലുണ്ടായ മാരകമായിട്ടുള്ള ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം ഈ ഒരു നിർണായക ഓപ്പറേഷൻ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒന്നിലധികം ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണങ്ങളിലൂടെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞിരുന്നു. തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കൃത്യതയോടെ തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ 88 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സൈനിക സംഘർഷം ഒടുവിൽ മെയ് 10-ന് വൈകുന്നേരത്തോടെ ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലെത്തിയതിനെ തുടർന്നാണ് അവസാനിച്ചത്. പാകിസ്ഥാനാണല്ലോ ഇങ്ങോട്ട് ഇന്ത്യൻ DGMOയെ വിളിച്ച് ഒരു യുദ്ധം വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികം രാജ്യം ആചരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ പ്രകോപനവുമായിട്ട് രംഗത്തെത്തിയത്. ഇന്ത്യയുടെ ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ പാകിസ്ഥാൻ സൈന്യം സർവ്വസജ്ജമാണെന്നും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്നുമായിരുന്നു മുനീറിന്റെ വീരവാദം. ഈ വെല്ലുവിളികൾക്കുള്ള ചുട്ട മറുപടിയാണ് ജനറൽ ദ്വിവേദിയുടെ വാക്കുകൾ. രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ച് മുനീറിന് അനാവശ്യ പ്രാധാന്യം നൽകാതെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോട് ഇന്ത്യ ഇനി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് സൈന്യത്തിലൂടെ തന്നെ ഇന്ത്യ ഉറപ്പിച്ചു പറയുകയാണ്. ഇന്ത്യയെ തൊട്ടാൽ പാകിസ്ഥാന് വേരുറയ്ക്കും എന്ന പുതിയ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നയമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ഭീകരരെ വളർത്തുന്ന നയം പാകിസ്ഥാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന അന്തിമ ശാസനയാണ് ഇന്ത്യൻ സൈന്യം നൽകുന്നത്. ഇനി തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ്. ഒന്നുകിൽ ഭീകരവാദം അവസാനിപ്പിച്ച് നീറ്റാകുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഹരമേറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുക. ന്യൂസ് ഡെസ്ക്.